This video is sponsored by Marilyn Cosarina. വർഷം 1954. റേ ക്രോർക്ക് ഒരു മിൽക്ക് ഷേക്ക് മെഷീൻ സെയിൽസ്മാനാണ്. ഇലിയാനോസിലെ ആർലിംഗ്ടൺ ഹൈറ്റ്സിൽ ഒരു ആയുഷ്കാലം മുഴുവൻ സുഖകരമായി ജീവിക്കാനുള്ള സമ്പാദ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ അതിൽ ക്രോക്ക് ഒട്ടും തൃപ്തനായിരുന്നില്ല. ഇനിയും വളരണം, ഇനിയും സമ്പാദിക്കണം, ഇങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്തകൾ. ഒരുപാട് ചിന്തകൾക്കൊടുവിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ആശയം മിന്നിത്തെളിഞ്ഞു. ആ കാലത്ത് ഡ്രൈവ് ഇൻ റെസ്റ്റോറൻറ്റുകളുടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായിരുന്നു. ഇതിനെ എങ്ങനെ പ്രയോജനപ്രദമാക്കാം എന്നായി ക്രോക്കിന്റെ ചിന്ത. അങ്ങനെയിരിക്കെ സാൻ ബെർണാർഡിനോയിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് സാമാന്യം വലിയ തോതിൽ തന്നെ മിൽക്ക് ഷേക്ക് മിക്സർ ഓർഡർ ചെയ്യപ്പെട്ടു. ഉടനെ തന്നെ ക്രോക്ക് കാർ എടുത്ത് അവിടേക്ക് പുറപ്പെട്ടു. റെസ്റ്റോറൻറ്റിന് സമീപത്തുള്ള പാർക്കിംഗ് ലോട്ടിൽ കാർ പാർക്ക് ചെയ്യവേ പൊടുന്നനെ ഒരു അത്ഭുതം അദ്ദേഹത്തിന് മുന്നിൽ തെളിഞ്ഞു. അതുവരെ ആളില്ലാതിരുന്ന പാർക്കിംഗ് ലോട്ടിൽ വൻ ജനത്തിരക്ക്. ഒരു വലിയ ക്യൂ തന്നെ കാണാമായിരുന്നു. കൈനിറയെ ആഹാര സാധനങ്ങളും മുഖത്തൊരു പുഞ്ചിരിയുമായി ആളുകൾ ഒരു കടയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണാമായിരുന്നു. ഏറിയ കൗതുകത്തോടെ ക്രോക്ക് ഒരാളോട് അന്വേഷിച്ചു, എന്താണ് സംഭവം? അയാൾ പറഞ്ഞു, 15 സെന്റ് കൊടുത്താൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കഴിച്ചിട്ടില്ലാത്ത ഉഗ്രൻ ഹാംബർഗർ നിങ്ങൾക്ക് ലഭിക്കും. കാത്തിരുന്ന് മുഷിയേണ്ട, വെയിട്രസുമാർക്ക് ടിപ്പ് നൽകേണ്ട. ക്രോക്ക് മിൽക്ക് ഷേക്ക് മെഷീൻ വിൽക്കാനായി പല റെസ്റ്റോറൻറ്റുകളും സന്ദർശിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുപോലെയൊന്ന് അയാൾ ആദ്യമായി കാണുകയായിരുന്നു. ക്രോക്ക് റെസ്റ്റോറൻറ്റിനെ കുറിച്ച് കൂടുതലായി അന്വേഷിച്ചു. റെസ്റ്റോറൻറ്റിൻ്റെ പേര് മക്ഡൊണാൾഡ്സ്. 1940 മക്ഡൊണാൾഡും ഡിക്ക് മക്ഡൊണാൾഡും ആണ് ഫാസ്റ്റ് ഫുഡ് സ്റ്റാൻഡ് സ്ഥാപിക്കുന്നത്. എന്നാൽ അവർക്ക് വിജയത്തിനായി 8 വർഷം കാത്തിരിക്കേണ്ടതായി വന്നു. ലിമിറ്റഡ് ഐറ്റംസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിന് ശേഷമാണ് വിജയം അവരെ തേടിയെത്തിയത്. അതിനുശേഷമാണ് അവർ തങ്ങളുടെ അടുക്കളയെ അടിമുടി മാറ്റിയത്. മെക്കാനിക്കൽ എക്യുപ്മെന്റ് സ്ഥാപിച്ച് പാചകത്തെ വളരെ എളുപ്പമുള്ള ജോലിയാക്കി മാറ്റി. ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഇൻഡോർ സീറ്റിംഗ് ഒഴിവാക്കി കസ്റ്റമേഴ്സിന് ഔട്ട്ഡോർ സർവീസ് വിൻഡോസിലൂടെ ഓർഡർ നേടാനുള്ള സംവിധാനവും അവർ കൊണ്ടുവന്നു. ക്രോക്ക് മക്ഡൊണാൾഡ് സഹോദരങ്ങളെ പരിചയപ്പെട്ടു. അവർ അദ്ദേഹത്തിന് തങ്ങളുടെ അടുക്കളയും തൊഴിലാളികളെയും പരിചയപ്പെടുത്തി കൊടുത്തു. അവരുടെ ഒത്തൊരുമയും തൊഴിൽ സംസ്കാരവും ക്രോക്കിനെ അത്ഭുതപ്പെടുത്തി. ക്രോക്ക് സഹോദരങ്ങളെ അത്താഴത്തിനായി വീട്ടിലേക്ക് ക്ഷണിച്ചു. അവിടെ വെച്ച് അവർ മക്ഡൊണാൾഡ് എന്ന സ്ഥാപനം എങ്ങനെയുണ്ടായി എന്നും എങ്ങനെ അവർ ഫാസ്റ്റ് ഫുഡ് സിസ്റ്റത്തിൽ എത്തിച്ചേർന്നുവെന്നും ക്രോക്കിനോട് പറഞ്ഞു. അത്താഴത്തിന് ശേഷം മക്ഡൊണാൾഡ് സഹോദരങ്ങൾ യാത്ര പറഞ്ഞ് തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി. എന്നാൽ ക്രോക്ക് ചിന്താകുലനായിരുന്നു. ഒരുപാട് ചിന്തകൾ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയി. ഉടനെ ഒരു ആശയം തെളിഞ്ഞു വന്നു. അടുത്ത പ്രഭാതത്തിൽ ക്രോക്ക് മക്ഡൊണാൾഡ്സിലേക്ക് പുറപ്പെട്ടു. മക്ഡൊണാൾഡ് സഹോദരങ്ങളെ കണ്ട് സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചൈസി ആവശ്യപ്പെടുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. എന്നാൽ അവർ ഈ ഓഫർ നിരസിക്കുകയാണ് ഉണ്ടായത്. ഫ്രാഞ്ചൈസിയിൽ അവർക്ക് മതിയായ വിശ്വാസമില്ലായിരുന്നു. തങ്ങളായിട്ട് നേടിയെടുത്ത നല്ല പേരിന് കോട്ടം തട്ടുമെന്ന് അവർ വിശ്വസിച്ചു. ക്രോക്ക് തന്നാൽ കഴിയും വിധം ഫ്രാഞ്ചൈസിയുടെ ഗുണങ്ങൾ അവരെ പറഞ്ഞു ബോധിപ്പിച്ചു. ഒടുവിൽ അവർ സമ്മതം മൂളി. പക്ഷേ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കണം. ഇതായിരുന്നു അവരുടെ ആവശ്യം. കോൺട്രാക്റ്റിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ തങ്ങളുടെ അപ്രൂവൽ തീർച്ചയായും വേണമെന്നും അവർ ക്ഷണിച്ചു. ക്രോക്കിന് ഇത് സമ്മതമായിരുന്നു. അങ്ങനെ ആദ്യമായി ക്രോക്ക് ഇലിയാനോസിൽ മക്ഡൊണാൾഡ്സ് റെസ്റ്റോറൻറ്റ് ആരംഭിച്ചു. ധനികരായ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് നേടാൻ ക്രോക്ക് അത്യധികം പരിശ്രമിച്ചു. എന്നാൽ മക്ഡൊണാൾഡ്സ് മാനേജ്മെന്റിൽ താല്പര്യമില്ലാത്തതിനാൽ പലരും പിന്നോട്ട് വലിഞ്ഞു. ഇതേ തുടർന്ന് ക്രോക്ക് മിഡിൽ ക്ലാസ് ഇൻവെസ്റ്റേഴ്സിനെ അന്വേഷിച്ചു തുടങ്ങി. അവരെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസം ക്രോക്കിനുണ്ടായിരുന്നു. ക്രോക്കിന്റെ ശ്രമം വിജയം കണ്ടു. മിഡ് വെസ്റ്റിൽ പുതിയ ഫ്രാഞ്ചൈസികളുടെ ആരംഭത്തിന് ഇത് വഴിതെളിച്ചു. ക്രോക്ക് തന്നെ മക്ഡൊണാൾഡ്സിന്റെ സൃഷ്ടാവ് എന്ന രീതിയിലാണ് ഇൻവെസ്റ്റേഴ്സിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നത്. ഫ്രാഞ്ചൈസിയിൽ വിജയം കണ്ടെങ്കിലും ക്രോക്കിനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അലട്ടാൻ തുടങ്ങിയിരുന്നു. കോൺട്രാക്റ്റ് പ്രകാരം ഫ്രാഞ്ചൈസിയുടെ ഭൂരിഭാഗം ലാഭവും മക്ഡൊണാൾഡ് സഹോദരങ്ങൾക്കാണ് എത്തിച്ചേർന്നിരുന്നത്. ഇതിൽ ഒരു മാറ്റം ക്രോക്ക് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഹാരി സോൺബോൺ എന്ന സാമ്പത്തിക വിദഗ്ധന്റെ രംഗപ്രവേശം. ക്രോക്കിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു ഹാരി. ഹാരി തന്റെ ആശയം മുന്നോട്ട് വെച്ചു. ഫ്രാഞ്ചൈസിയുള്ള സ്ഥലങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് വാങ്ങിക്കുക എന്നതായിരുന്നു ഹാരിയുടെ ഐഡിയ. അങ്ങനെ ഫ്രാഞ്ചൈസി റിയാലിറ്റി കോർപ്പറേഷൻ 1956 നിലവിൽ വന്നു. ഫ്രാഞ്ചൈസി കൈവശമുള്ളവരുടെയും ഭാവിയിൽ വാങ്ങാൻ സാധ്യതയുള്ളവരുടെയും അവകാശിയായി മാറി ഫ്രാഞ്ചൈസി റിയാലിറ്റി കോർപ്പറേഷൻ. ഓപ്പറേറ്റേഴ്സ് മാസവാടകയായി വലിയ സംഖ്യ ഫ്രാഞ്ചൈസി റിയാലിറ്റി കോർപ്പറേഷൻ നൽകി പോന്നു. ബർഗർ കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ലാഭം റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് നേടിക്കൊടുത്തു. 1959 കൂടുതൽ യൂണിറ്റുകൾ സ്ഥാപിതമായി.
60കളിൽ ക്രോക്ക് കമ്പനിയുടെ പേര് മാറ്റി മക്ഡൊണാൾഡ്സ് കോർപ്പറേഷൻ എന്നാക്കി. ഇതിനുശേഷം ക്രോക്ക് മക്ഡൊണാൾഡ് സഹോദരങ്ങളെ കാണാൻ പോയി. തന്നെ കോൺട്രാക്റ്റിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ക്രോക്ക് ആവശ്യപ്പെട്ടു. അതുപോലെ റിയൽ എസ്റ്റേറ്റിന്റെ കാര്യങ്ങളും ക്രോക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ഇതിനോടൊപ്പം മക്ഡൊണാൾഡ് വാങ്ങാനുള്ള ആഗ്രഹവും അറിയിച്ചു. എന്നാൽ അവർക്ക് ഇതൊരു കടുത്ത തിരിച്ചടിയായി അനുഭവപ്പെട്ടു. ഷോക്കിനെ തുടർന്ന് മക്ഡൊണാൾഡിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്രോക്ക് അദ്ദേഹത്തെ സന്ദർശിച്ച് ബിസിനസ് സെറ്റിൽ ചെയ്യാനായി ഒരു ബ്ലാങ്ക് ചെക്ക് അദ്ദേഹത്തിന് നൽകി. $2.7 മില്യൺ ഓണർഷിപ്പ് നൽകാൻ മക്ഡൊണാൾഡ് സഹോദരങ്ങൾ തയ്യാറായത്. അതുപോലെ 1% ആനുവൽ റോയൽറ്റി എഗ്രിമെന്റിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വെച്ചു. എന്നാൽ ക്രോക്ക് ഇത് സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ഉണ്ടായത്. യാത്ര പറഞ്ഞിറങ്ങവേ ഡിക്ക് മക്ഡൊണാൾഡ് ക്രോക്കിനോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ബിസിനസ് ഏറ്റെടുത്തു? നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആശയം മോഷ്ടിച്ച് പുതിയ സ്ഥാപനം തുടങ്ങാമായിരുന്നല്ലോ. അതിന് ക്രോക്ക് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: മക്ഡൊണാൾഡിന്റെ യഥാർത്ഥ സമ്പത്ത് അതിന്റെ പേര് തന്നെയാണ്. ആ പേര് നൽകുന്ന വിശ്വാസമാണ്. അത് മറ്റൊന്നിനും നൽകാനാകില്ല. അങ്ങനെ മക്ഡൊണാൾഡ് സഹോദരങ്ങൾ കച്ചവടത്തിൽ നിന്ന് പിന്മാറി. 1970 ഒരു വേദിയിൽ ക്രോക്ക് തന്റെ വിജയത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ വിജയം കഴിവ് കൊണ്ടോ വർക്ക് എത്തിക്സ് കൊണ്ടോ വന്നു ചേർന്നതല്ല, കഠിന പ്രയത്നം അതുമാത്രമാണ് എന്റെ വിജയത്തിന്റെ രഹസ്യം. 1968 ക്രോക്ക് CEO സ്ഥാനത്തു നിന്നും പടിയിറങ്ങി. എന്നിരുന്നാലും കമ്പനിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് തന്നെ വഹിച്ചിരുന്നു. 70കളിൽ സമ്പദ് വ്യവസ്ഥ മോശമായ ഘട്ടത്തിൽ കമ്പനിയുടെ വളർച്ച ത്വരിതപ്പെടുത്താൻ അദ്ദേഹം വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി പോന്നു. മോശം സമയങ്ങളിൽ നമ്മൾ കൂടുതൽ വളർച്ച നേടിയിരിക്കണം എന്ന് അദ്ദേഹം തന്റെ എക്സിക്യൂട്ടീവ്സിനോട് പറയുമായിരുന്നു. 1984 ക്രോക്ക് അന്തരിച്ചു. അപ്പോഴേക്കും മക്ഡൊണാൾഡ് 32 രാജ്യങ്ങളിലായി 8000 റെസ്റ്റോറൻറ്റ്സ് എന്ന നിലയിലേക്ക് പടർന്നു പന്തലിച്ചിരുന്നു. കമ്പനി ഇന്നും ഒന്നാം സ്ഥാനത്തെത്തി നിൽക്കാൻ കാരണം ക്രോക്കിന്റെ ആശയങ്ങളാണ്. അതുപോലെ ഉപഭോക്താക്കളുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ മക്ഡൊണാൾഡിന് കഴിഞ്ഞിട്ടുണ്ട്. ഉയർന്ന നിലവാരമുള്ള ഭക്ഷണം, മികച്ച സേവനം എന്നിവയാണ് മക്ഡൊണാൾഡിനെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഈ കാരണങ്ങൾ ഒന്നുകൊണ്ട് തന്നെയാണ് മക്ഡൊണാൾഡ് ലോകത്തിലെ മികച്ച സ്ഥാപനങ്ങളിലായി ഇന്നും നിലനിൽക്കുന്നത്. താങ്ക്സ് ഫോർ ലിസണിങ്. ഗുഡ് ബൈ.